ജേർസത് കേൾക്കാം ക്ലാസ് കേൾക്കാം. ആ വളരെ പഠനാർഹവും നമ്മൾ ഈ ആയത്ത് എത്രയോ പഠിക്കുകയും ഒക്കെ ആയി പോയതാണ്. പക്ഷെ ഈ രൂപത്തിലുള്ള ചിന്ത ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനെ ആയത്തിനെ പറ്റി പഠിക്കുമ്പോൾ പ്രപഞ്ചത്തിലേക്ക് നോക്കി ഇരിക്കലും ചിന്തിക്കലൊക്കെ പരീക്ഷ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു സൂര്യനല്ലാത്ത മറ്റൊരു സൂര്യനോ നക്ഷത്രമോ ഇത്രയും ഈ ദൂരത്തിനുള്ളിൽ മറ്റൊന്നും സ്ഥാപിക്കാത്തത് കൊണ്ടാണ് രാപ്പകലുണ്ടാകുന്നതിന്റെ ഒരു കാരണം എന്നുള്ള ചിന്ത ഇതുവരെ പോകാത്തൊരു സംഗതിയാണ്. ഇപ്പൊ പറഞ്ഞൊരു ഒരു അറിവാണ്. നമുക്ക് വേറൊരു സൂര്യൻ ഭൂമിന്റെ അടുത്ത് ഇതിന്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ആക്ച്വലി പകലും രാവും ഉണ്ടാകുന്നത്. അതൊരു വലിയൊരു ഇതന്നെ, സൃഷ്ടിപ്പിന്റെ വലിയൊരു ഇത് തന്നെയാണ്. പക്ഷെ പടച്ചോന്റെ അത്രത്തോളം അനുഗ്രഹം പടച്ചോൻ നമുക്ക് തന്നിട്ട് അത്രേ നമ്മൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു ഇതുവരെ. അപ്പോ അതിന്റെ ഒരു ആഴം എത്രത്തോളം ഉണ്ട്. അപ്പൊ അത് രണ്ടും കൂടി നമുക്ക് മനസ്സിലാക്കുമ്പോ ചില കാര്യങ്ങൾക്ക് നമുക്കത് വേണം എന്നുള്ളത് മനസ്സിലാവുന്നത്. ഈ പ്രപഞ്ചത്തില് അപ്പോ സൂര്യനെ കൂടാതെ വേറെ നക്ഷത്രങ്ങളും പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോ പ്രസന്റിലി. അപ്പൊ ഈ സൂര്യൻ നിന്നുപോയാല് 8 പ്രകാശവർഷം അല്ല വളരെ ഡിസ്റ്റൻസിലുള്ള ആ സ്റ്റാറിന്റെ ലൈറ്റ് കൊണ്ട് ഭൂമിയിലേക്ക് പ്രകാശം എത്തൂലേ? അപ്പോ ഈ ഖുറാനിലെ സൂറത്ത് തക്വീറിൽ പറയുന്ന ഇദശംസു കൂവിറത്ത് എന്ന് പറയുന്ന ആയത്ത്, സൂര്യൻ ചുരുട്ടപ്പെടുമ്പോൾ എന്ന് പറയുന്ന ആ സൂര്യന് നശിച്ചു പോയാല് ഈ സെക്കൻഡറി ലൈറ്റ് ഈ ലൈറ്റ് ഭൂമിയിലേക്ക് എത്തും. അതാണോ അതിന്റെ ഉദ്ദേശം? അല്ല, അതിലൊരു ക്ലാരിറ്റി തരാം. സൂര്യൻ നശിച്ചു പോകണമെന്നില്ല വേറെ ലൈറ്റ് ഇവിടെ എത്താന്. കാരണം നമ്മൾ രാത്രി സൂര്യല്ലല്ലോ, ആ സമയത്ത് സൂര്യനെ കവച്ചു വെക്കുന്ന ലൈറ്റ് ഭൂമിയിൽ എത്തുന്നില്ലല്ലോ. ആകെ കാണുന്നത് നമ്മൾ നക്ഷത്രങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ മാത്രം കാണുന്ന വളരെ ബ്രൈറ്റ്നെസ് കുറഞ്ഞിട്ടുള്ള ഒരു സംഭവം അല്ലേ. അപ്പൊ സൂര്യൻ ഇല്ലാതെ ഒന്നും വേണ്ട. സൂര്യൻ ഓരോ ദിവസവും ഹാഫ് ഡേ ഇല്ലല്ലോ, മനസ്സിലായോ? ഓരോ ദിവസവും ഇപ്പോ ഈ നിമിഷം ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ സൗദിയിൽ ഈ ഒരു ഭാഗത്തുള്ളവർക്ക് സൂര്യൻ ഇല്ല, അവിടുന്ന് ഇങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ. അതായത് സൂര്യനല്ലാത്ത ഒരുപാട് നക്ഷത്രങ്ങളും ഗാലക്സികളൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ ഡിസ്റ്റൻസ് കാരണം അതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇവിടേക്ക് എത്തുന്നില്ല. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത് ഖുറാൻ ഇദശംസു കുബ്ബിറത്ത് എന്ന് പറയുന്നത് അന്ത്യനാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിനെ നമ്മൾ ഇപ്പോൾ ഉള്ള പ്രതിഭാസങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥമില്ല. അത് എന്ന് പറയുന്നത് ഈ സയൻസ് പൊളിയുന്ന ഒരു ദിവസമാണ്, നിലനിൽക്കുന്ന പ്രപഞ്ചത്തിന്റെ സിസ്റ്റം പൊളിയുന്ന ഒരു ദിവസമാണ്. ആ ദിവസത്തിൽ പിന്നെ ഈ നിലനിൽക്കുന്ന ശാസ്ത്രവുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുന്നതിൽ തന്നെ അർത്ഥമില്ല, മനസ്സിലായല്ലോ? അപ്പൊ പറഞ്ഞത് അതിന്റെ ഒരു അന്ത്യനാളിന്റെ ഒരു ദൈവികമായിട്ടുള്ള അടയാളമായിട്ട് അങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി. ഇത് എന്ന് പറയുന്നത് അള്ളാഹു ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് നൽകിയ അനുഗ്രഹമായിട്ട് മനസ്സിലാക്കി. ക്ലിയർ ആയോ? അല്ല, ക്ലിയർ ആയി. പക്ഷെ ഞാൻ ചോദിച്ചത് അങ്ങനെയല്ല. ഞാൻ ചോദിച്ചത് നമുക്ക് ഇപ്പോ പകലും രാത്രിയും ഉണ്ടാവാൻ കാരണം വേറെ മറ്റൊരു ലൈറ്റ് അവിടെ ഇല്ല. ആ ഉള്ള ലൈറ്റ് വളരെ ഫാറാണ്. നമുക്ക് പിന്നെ അടുത്തുള്ള ലൈറ്റ് സൂര്യൻ മാത്രമാണ്. അതുകൊണ്ടാണ് അത് നമുക്ക് ഡേ ആൻഡ് നൈറ്റ് കിട്ടണമെന്ന് പറഞ്ഞല്ലോ. അപ്പോ ഈ സൂര്യൻ ഇല്ലെങ്കിൽ മറ്റേ ദൂരെയുള്ള സ്റ്റാർ സൂര്യൻ അതിന്റെ ലൈറ്റ് നമുക്ക് കിട്ടൂലേ ഇത് പോയി കഴിഞ്ഞാല്? അതല്ല നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണ് ഇപ്പൊ കിട്ടണ്ടേ. നിങ്ങളിപ്പോ എവിടെ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണ്, രാജ്യം? ഞാൻ കേരളത്തിലെ നാട്ടിലാണ്. അതെ. ഇപ്പൊ നിങ്ങൾ സൂര്യൻ കാണുന്നുണ്ടോ? ഇല്ല. അത് ഞാൻ പറയട്ടെ. ഇപ്പൊ നിങ്ങൾ ആകാശത്ത് നോക്കുമ്പോൾ സൂര്യൻ കാണുന്നില്ലല്ലോ. നിങ്ങൾക്ക് വേറെ എവിടെന്നെങ്കിലും നക്ഷത്രം വിളിച്ച് നിങ്ങളെത്തി ഇവിടെ വിളിച്ചില്ലല്ലോ. ഭൂമിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ ആണല്ലോ ഇപ്പൊ സൂര്യൻ, അതുകൊണ്ടാണല്ലോ കാണാത്തത്.
ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നതൊക്കെ ആപേക്ഷികാണ്. അതായത് ഈ സൂര്യൻ അല്ലാത്തൊരു നക്ഷത്രത്തിന്റെ സംഗതി ഇപ്പൊ ഇല്ല, മനസ്സിലായല്ലോ. അത് അത്രയും ഫാറാണ് മറ്റുള്ള നക്ഷത്രങ്ങള്, മനസ്സിലായില്ലേ. അപ്പോ ഇതില്ലാതാകണമെന്നില്ല. ഓരോ ദിവസവും നമുക്ക് സൂര്യൻ നമ്മളെ ഭൂമിയുടെ ബാക്ക് സൈഡിലേക്ക്, ഞാൻ ഇതിന്റെ സ്ക്രീനിൽ കണ്ടല്ലോ നിങ്ങള്, ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ ഭാഗത്ത് ഇപ്പൊ സൂര്യൻ ഇല്ല. സ്വാഭാവികമായിട്ടും ഈ ഭാഗത്തു നിന്നുള്ള നക്ഷത്രങ്ങള് ഇതിലേക്ക് എഫക്ട് ചെയ്യുന്നില്ല. ഈ നക്ഷത്രങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇതിലേക്ക് എഫക്ട് ചെയ്യുന്നില്ല, നിലവിലെ എഫക്ട് ചെയ്യുന്നില്ല. പിന്നെ സൂര്യൻ മരിക്കുന്ന കാലത്തെ കുറിച്ച് ആലോചിക്കണം ഇതിനപ്പോ. ഓക്കെ, നെക്സ്റ്റ്. 1400 വർഷങ്ങൾക്ക് മുമ്പാണല്ലോ ഇപ്പം ഖുർആൻ പ്രവാചകന് ലഭിക്കുന്നത്. അന്നേരം ഈ ആയത്തിന്റെ ഒക്കെ ഇത്ര ഡീപ്പായിട്ടുള്ള ഒരു അർത്ഥം റസൂലിന് വഹി മുഖേനയോ അതല്ലെങ്കിൽ മിറാജ് പിന്നെ സമയത്തോ മനസ്സിലാക്കിയതായിരിക്കും അല്ലേ? ഇപ്പോഴല്ലേ ശാസ്ത്രം ഈ സ്റ്റാർസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തത്. അന്ന് ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ പ്രവാചകൻ അത് വഹി മുഖേന ലഭിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? ഈ ഒരു വഖ്തിലാഫില്ലൈലി വന്നഹാർ പറഞ്ഞ ആ ഒരു സംഭവം റസൂലിന് അത്രയും അത് സംശയം എന്താണ്? അല്ല, അത് സംശയം എന്താ? ഉറപ്പല്ലേ? ദൈവം പഠിച്ചവന് വഹിയിലൂടെ തന്നെ ആ പ്രപഞ്ചത്തിന്റെ ഇതും എല്ലാം അറിയിച്ചു കൊടുക്കുമല്ലോ, സ്വാഭാവികമല്ലേ. പിന്നെ ഏതൊരു കാലത്തും ഖുറാന്റെ ആയത്തുകൾക്ക് അതാത് കാലത്തുള്ള പ്രസക്തി ഉണ്ട്. ഇനിയിപ്പോ ഇനിയും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ 100 കൊല്ലം കഴിഞ്ഞിട്ട് മനസ്സിലാക്കുന്നത്. അതിന്റെ ആയത്തിന്റെ പ്രസക്തി ഏത് കാലത്തും അവിടെ തന്നെ ഉണ്ട്. കാരണം ഈ പറയുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നതും പ്രപഞ്ച സൃഷ്ടിപ്പ് എന്ന് പറയുന്നതും അന്ന് പ്രപഞ്ച സൃഷ്ടിപ്പിനെ കുറിച്ച് പഠിക്കാൻ അവസരമില്ല ശാസ്ത്രീയമായിട്ട്. പക്ഷെ ഇന്നിപ്പോ അത് ഉണ്ടാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇതിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. അതെന്ത് തന്നെയാണ് ഖുറാന്റെ ദൈവികത. ഇപ്പൊ ശാസ്ത്രം ഇനിയും പുരോഗമിക്കുമ്പോ ചിലപ്പോ കുറച്ചും കൂടി റീസൺസ് ഇതിന്റെ പുറകിൽ കണ്ടെത്താനും കഴിയുണ്ടാവും അല്ലെ? അതും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അതും ശരിയാണ്. ഇപ്പൊ മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങൾ പിന്നീട് മനസ്സിലാക്കപ്പെട്ടേക്കാം. അതായത് ഇന്ന് മുമ്പ് കാലത്തുള്ള ആളുകൾ മനസ്സിലാക്കാത്ത കാര്യം നമുക്ക് മനസ്സിലാക്കിയ പോലെ നമുക്ക് മനസ്സിലാക്കാൻ ഇനിയും കഴിയാത്ത കാര്യങ്ങൾ പിന്നീട് മനസ്സിലാക്കപ്പെട്ടേക്കാം. ഈ ആയത്തിന്റെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ ഏതെങ്കിലും ഉണ്ടോ? ഇപ്പോ ഈ നേരത്തെ നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള ആയിഷ ബീവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് അല്ലാതെ കുറച്ചും കൂടി ഇതിനെ സയന്റിഫിക് ആയിട്ട് വിശദീകരിക്കുന്ന ഹദീസുകൾ എവിടെയെങ്കിലും ഞങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സയന്റിഫിക്കലായിട്ട് വിശദീകരിക്കുക എന്ന് പറയുന്നത് എന്തല്ല, സയൻസ് വളരാത്ത കാലത്ത് എങ്ങനെ വിശദീകരിക്കും? അന്ന് ഇനിയിപ്പോ അങ്ങനെ വഹിയിലൂടെ വിശദീകരിച്ച് കൊഴുത്തു വിചാരിക്കുക, ആ കാലത്തെ ആളുകളുടെ ബുദ്ധിക്ക് അത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അപ്പൊ ഇത് കാലത്തിന്റെ മനുഷ്യന് പടച്ചവൻ നൽകുന്ന ഭൗതികമായിട്ടുള്ള അറിവുകളുടെ പിന്നെ ഗ്രാവിറ്റി കൂടുന്നതനുസരിച്ച് മനസ്സിലാക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ എന്ത് ചെയ്യുന്നില്ല, അന്ന് പറയില്ല, പറഞ്ഞാല് ആ സമൂഹത്തിനെ മനസ്സിലാക്കാനും പറ്റൂല. അത് മനുഷ്യന്റെ ബുദ്ധിയും മനുഷ്യന്റെ ചിന്തയും അതിനോടൊപ്പം മനുഷ്യന് ഇത്രയും സംഗതികൾ നൽകിക്കൊണ്ട് മനുഷ്യനെ അള്ളാഹു പഠിപ്പിക്കുകയും ചെയ്ത കാര്യങ്ങളിലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റുക. പറഞ്ഞ വിഷയത്തില് ഈ പ്രവാചകന്റെ കാലത്ത് ശാസ്ത്രത്തെക്കാൾ കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് സാഹിത്യങ്ങളുടെ ഒരു കാലമായിരുന്നു. വിശുദ്ധ ഖുർആനിന്റെ സാഹിത്യ ഭംഗി തന്നെയാണ് അവർക്ക് ഏറ്റവും വലിയ മോചിതത്വം, വലിയ അത്ഭുതവും. അതോടൊപ്പം ആ സമയത്ത് പ്രവാചകനും അവിടുത്തെ നാട്ടുകാർക്ക് മനസ്സിലാവുന്ന ചില ഉദാഹരണങ്ങൾ, ഒട്ടകത്തെയും മരുഭൂമിയെയൊക്കെ വെച്ചിട്ടുള്ള മറ്റു സയന്റിഫിക്കായ ശാസ്ത്രീയമായ പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് അവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടുമുണ്ട്. ശരിയാണ്. ഓരോരോ കാലത്തും ദൈവിക ദൃഷ്ടാന്തങ്ങളെ അതാത് കാലത്ത് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൂളുകൾ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതും ആളുകളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തിരുന്നതും. പിന്നെ മൂസാ നബിയുടെ കാലത്ത് മജീഷ്യന്മാരുടെ ഒരു വിളയാട്ടുള്ള സമയത്ത് അതിനെ ടൂളാക്കിയിട്ട് ദൈവിക ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തിയ പോലെ ഈസാ നബിയുടെ കാലത്ത് ഈ പറയുന്ന ശുശ്രൂഷയിലൂടെ ആളുകളെ പിന്നെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു സംഗതി എന്ത് ചെയ്തു ടൂളാക്കി മോചിതത്ത് കൊടുത്ത പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സാഹിത്യം വലിയൊരു ഘടകമായിരുന്ന സമയത്ത് ഖുർആന്റെ സാഹിത്യ വിഷയം തന്നെ എടുത്തിട്ട് അതിന് പിന്നെ
വെല്ലുവിളിച്ച സാഹചര്യം ഉള്ളത് പോലെ തന്നെയാണ് ഏത് കാലത്ത് ഏതാണോ ജനങ്ങളെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യുക ആ ഒരു ടൂള് പ്രബോധന രംഗത്തും യൂട്ടിലൈസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരുപക്ഷെ ആധുനിക കാലത്ത് മനുഷ്യനിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സയന്റിഫിക് ആയ കാര്യങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ ദൈവികത ബോധ്യപ്പെടുത്താം. അമീറ പറഞ്ഞത് കറക്റ്റാണ്. എനിക്ക് ഒരു ഈ കാര്യം ആയത്തിന്റെ പിന്നെ ബുദ്ധിയുള്ളവർക്ക് ഇതിൽ ദൃഷ്ടാന്തം ഉണ്ടെന്ന്, ആയത്തുണ്ട്, സയൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെയുള്ള ആയത്തുകളിൽ കൂടുതൽ ചിന്തിക്കേണ്ടതുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചർച്ച വെച്ചപ്പോ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞത് അങ്ങനെ നമ്മള് അതിന്റെ പുറകെ അങ്ങനെ പോവണ്ടെന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മള് ഓരോ സംഗതിന്റെയും പിന്നാലെ ആലോചിച്ചാൽ നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പൊ അത് ഒരു നല്ലൊരു കാര്യമാവില്ല. തദബ്ബുറ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയല്ലേ, അപ്പൊ നല്ലതല്ലേ? അല്ല, പോവണ്ടെന്നാരെ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞിട്ടില്ല, ചിന്തിക്കാമെന്നാണ് പറഞ്ഞത്. അതായത് എല്ലാത്തിനെയും നമ്മൾ ശാസ്ത്രീയമായിട്ട് ഒപ്പിച്ച് ഖുർആൻ പറഞ്ഞ ഒക്കെ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയൊക്കെ പണ്ട് കാലത്ത് എഴുതപ്പെട്ട അല്ലെങ്കിൽ രചിക്കപ്പെട്ട ഖുർആനിലുണ്ട് എന്ന ഒരു ആർഗ്യുമെന്റിനാണ് പറഞ്ഞത്. വൈബായ കാര്യങ്ങൾക്കാണ് പ്രത്യേകം പറഞ്ഞത്. വൈബായ കാര്യങ്ങളെ ശാസ്ത്രീയമായി ചിത്രീകരിക്കണ്ടെന്നാണ് പറഞ്ഞത്. അതെ അതാണല്ലോ. അതെ, അതാണ്. ഇത് വൈബായ കാര്യമല്ലല്ലോ, രാവും പകലും വൈബായ കാര്യമല്ലല്ലോ. പിന്നെ എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്, നമ്മള് പിന്നെ സൂര്യൻ അസ്തമിക്കാത്ത നാട് എന്ന് പറയുമ്പോൾ മെയ് 11 മുതൽ ജൂലൈ 11 വരെ റഷ്യയില് ചില സ്ഥലങ്ങളിൽ സൂര്യൻ അതൊക്കെ ഈ ഭൂമിയുടെ ചെരിവും ഇതും അനുസരിച്ച് പിന്നെ നോർത്ത് പോളിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ രാവും പകലിന്റെയും വ്യത്യാസം പെടുന്നോണ്ടിരിക്കും. അത് നമ്മൾ നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോ 6 മാസം വരെ രാവും പകലും ഉണ്ടാവുന്ന ഏരിയകളടക്കം വരുന്നുണ്ട്. ഓക്കെ. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറഞ്ഞത് വേറെ അർത്ഥത്തിലല്ലേ? കാരണം ജൂലൈ 11 മുതൽ മെയ് 11 മുതൽ അതുണ്ട്. അത് ഈ ഭൂമിയുടെ ഈ ചെരിവ് പിന്നെ ആക്സിസ് ഉണ്ടല്ലോ, അതിന്റെ വ്യത്യാസം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, ഇത്രയും സമയം അവിടെ രാവും 6 മാസം പിന്നെ പകലുള്ള ഇഷ്ടംപോലെ ഏരിയകളുണ്ട്. അത് എത്രത്തോളം വെച്ചാൽ നമ്മളെ ഈ ഖുർആൻ സയൻസ് വിഷയത്തില് അറ്റൻഡ് ചെയ്തിരുന്ന ഒരു സ്റ്റുഡന്റ്, നോർവേയിലോ ഒരു സ്റ്റുഡന്റ് അവിടുത്തെ ഇത് പറഞ്ഞു, ലൈവ് സെഷനിൽ തന്നെ അവിടുത്തെ അനുഭവം പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു മുമ്പത്തെ ക്ലാസ്സിൽ, നേരത്തെ കോഴ്സിൽ അറ്റൻഡ് ചെയ്ത ഒരാൾ തന്നെ. ഓക്കെ, അടുത്ത നിങ്ങൾ എന്താ പറഞ്ഞ? വേറെ ആരോ ഒന്ന് പറഞ്ഞല്ലോ അടുത്ത്. നമ്മൾ ഖുറാനിൽ നിന്നുകൊണ്ട് ശാസ്ത്രത്തെ ആലോചിക്കുകയാണ് വേണ്ടത് അല്ലേ? ശാസ്ത്രത്തെ നിന്നുകൊണ്ട് ഖുറാനിലേക്ക് ചിന്തിക്കല്ല വേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പിന്നെ ഖുറാനിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോഴാണ് പുതിയ പുതിയ ശാസ്ത്രീയ സത്യങ്ങളും പുതിയ പുതിയ കണ്ടെത്തലുകളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് ഈ ക്ലാസ് ഒക്കെ കേട്ടപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങളെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് ഹുസൈൻ, റിട്ടയർഡ് അധ്യാപകനാണ്, വല്ലപ്പുഴ പട്ടാമ്പിക്കടുത്ത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങളാണ് പ്രബോധനത്തിൽ ആഡ് ചെയ്തിട്ട് കോണ്ടാക്ട് ചെയ്ത്? ആണോ? ഓക്കെ. പുതിയ പ്രബോധനത്തിലും ഈ ആരാമത്തിലും നമ്മളുടെ കോഴ്സിന്റെ ആഡ് വന്നിട്ടുണ്ട്. ഒരു സഹോദരി പറഞ്ഞല്ലോ, ഇത് പ്രവാചകനെ ഇതിനെ കുറിച്ച് അറിയായിരുന്നോന്നേ. അപ്പൊ അതില് മറ്റാണ് ഒരു ഹദീസ് ഉണ്ടല്ലോ, ലൗ തഅലമൂനമാലും, ഞാൻ അറിയുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ധാരാളം കരയുകയും കുറച്ച് വിഭാഗത്തിന് ചെയ്യുകയും ചെയ്യുമായിരുന്നു പറഞ്ഞല്ലോ. മൊത്തത്തിനെ കുറിച്ചുള്ള മൊത്തം വിശദീകരണം പ്രവാചകൻ കിട്ടിയിട്ടുണ്ട് എന്നാണ് നമുക്കതിന് മനസ്സിലാക്കേണ്ടത് അല്ലേ? അത് നമുക്കറിയില്ല എത്രത്തോളം അളവൊന്നും, നമ്മളെ എന്താണോ അത്ര മനസ്സിലാക്കുക. അതിന്റെ എത്രത്തോളം അളവ് അതും നമുക്കറിയില്ല.
അതില് ആദം നബിക്ക് അള്ളാഹു മുഴുവൻ അറിവുകളും ഇസ്മുകളും പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് നമ്മുടെ ഈ ഭൂലോകത്ത് നമുക്ക് ഇന്ന് അവൈലബിൾ ആയ എല്ലാ അറിവുകളും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എല്ലാ അറിവുകളും അത് നബിക്ക് കൊടുത്തു എന്നുള്ളതും അതിന് കിട്ടുന്നില്ല. അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു എന്നതും ആവാം. അതൊന്നും അതിന്റെ ഡെൻസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. അസ്മാ കുല്ലഹ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അന്ന് ആവശ്യമുള്ള അതെല്ലാം ആവശ്യമുള്ളൂ. ഇന്നത്തെ പിന്നെ ആൻഡ്രോയിഡ് ഫോണും HP ലാപ്ടോപ്പും ഫേസ്ബുക്കും അതിന്റെ പേരുകൾ ഇപ്പോ അത് നബിക്ക് പഠിപ്പിച്ചു കൊടുത്ത പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അത് നബിക്ക് അദ്ദേഹത്തിന് അന്ന് എന്താണോ ജീവിതകാലത്ത് ആവശ്യമുള്ള ഭൂമിയിലേക്ക് ആദ്യം വരുന്ന ആളെന്ന നിലക്ക് അതിന്റെയൊക്കെ പേരുകൾ ഇന്നതൊക്കെ ഇതിന് പേരിടണം, അങ്ങനെയാണ് ഇതിനെ ആ ഒരു സംഗതി പഠിപ്പിച്ചു കൊടുത്തു എന്നതായിട്ട് മനസ്സിലാക്കാം. റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അതെ അതെ, എവിടെയല്ലോ അല്ലേ? ഓക്കെ. ഈ സൂര്യനുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷനിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളൊരു ഗാലക്സിയിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ ആയിരക്കണക്കിന് ഗാലക്സികൾ വേറെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊക്കെ വേറെ വേറെ സൂര്യനുകളുണ്ട്. ഇതൊന്നും നമ്മുടെ പരിധിയിൽ പെടാത്തത് കൊണ്ടും ചിന്തയിൽ പെടാത്തത് കൊണ്ടും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ശാസ്ത്രീയമായ ഒരു പഠനം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഗാലക്സികൾ നിറഞ്ഞതാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചം പോലും സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യനും ജിന്നുകൾക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഭൂമിയിലാണ് മനുഷ്യരുണ്ടാവുക, ഇതുപോലെ വേറെ ഗാലക്സികളിൽ വേറെ ഗ്രഹങ്ങളിൽ ജിന്നുകൾ താമസിക്കുന്നുണ്ടാവും. അവർക്കും ചിലപ്പോൾ ഇഹലോകവും പരലോകവും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വേറെയും ഉണ്ടാവും. അതൊന്നും നമുക്ക് ചിന്തിച്ചാൽ അറ്റം കിട്ടാത്ത കാര്യങ്ങളാണ്, അള്ളാഹുവിലുള്ള കാര്യങ്ങളാണ്. വേറെ സ്ഥലത്ത് ജിന്നുകളല്ല, ജീവജാലങ്ങൾ തന്നെ ഉണ്ടാവാം. പിന്നെ ഫിസിക്കലി ആയിട്ടുള്ള ജിന്നുകളല്ലാത്ത മനുഷ്യരെ പോലെ മനുഷ്യരായിക്കൊള്ളുന്നില്ല, മനുഷ്യരല്ലാത്ത ജീവജാലങ്ങളും വേണ്ടി ഉണ്ടാകാം. അതൊക്കെ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് ഒരു വരുന്ന ടോപ്പിക്കാണ് അതൊക്കെ, എക്സോബയോളജി ഒക്കെ. നമുക്കപ്പോ ഡീപ്പായിട്ട് മനസ്സിലാക്കാം. അല്ല, വേറെ ഇതിപ്പോ ഒരു ചർച്ച നടക്കുന്നുണ്ടല്ലോ, മറ്റാണ് അതായത് ഭൂമിക്ക് സമാനമായ ഭൂമിയുണ്ട്, ഇവിടുത്തെ ഓരോ വ്യക്തികൾക്കും സമാനമായ വ്യക്തികൾ മറുഭാഗത്തുണ്ട് എന്ന്, അങ്ങനെ ഒരു ചർച്ച പണ്ഡിതന്മാർക്കിടയിൽ നടന്നിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ. ഇവിടെ ഞാൻ അവിടെയുണ്ട്, നിങ്ങളും അവിടെ ഉണ്ട്, അങ്ങനെ ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന അർത്ഥത്തിൽ ചില ചർച്ചകൾ നടന്നിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ടാവും. ഏതെങ്കിലും പിന്നെ ഗാലക്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൗരയൂഥത്തിൽ ഏതെങ്കിലും ഭൂമിക്ക് സമാനമായിട്ടുള്ള ഒരു ഗ്രഹത്തിൽ ഇതേപോലെ ഡിസ്റ്റൻസും ഇതേപോലെ രാവും പകലും ഒക്കെ ഉള്ള സ്ഥലത്ത് ഇതേപോലെ ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ടെങ്കിൽ അവിടെയും ഇതേ സമയത്ത് ഒരു സൂമും ലാപ്ടോപ്പും ഒക്കെ വെച്ചിട്ട് ഇതേപോലെ ഒരു ക്ലാസ് നടത്തുകയും അവര് നമ്മളെ കുറിച്ച് ചർച്ച ചെയ്യുകയും ഇതേപോലെ നടക്കുകയും ചെയ്തിരിക്കാം. ഉള്ളപോലെ നമുക്കറിയില്ല. അവരിപ്പോ നമ്മളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടാവും. ഇപ്പോ നമ്മൾ മാത്രമാണോ അതല്ല ഇനി വേറെ ആൾക്കാർ ഭൂമിയിൽ ഉണ്ടാവും. അപ്പൊ ഒരാൾ പറയുണ്ടാവും ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പൊ വേറെ കുറെ ഉണ്ടാവും, അല്ല അവിടെ നമ്മള് പിന്നെ ഒരു റൂമൊക്കെ അവിടെ ഉണ്ട്, ഓലും അതിൽ തന്നെ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ടാവും ഇപ്പോ എന്നൊക്കെ അവരും ചർച്ച ചെയ്യുന്നുണ്ടാവും. വരാൻ പറ്റില്ല. ഞാൻ ഈ സാധാരണ പുത്തുമർത്തും ആളുകളോട് പറയാറുണ്ട്, വീട് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ബാൽക്കണി കുറച്ചുകൂടി ഓപ്പൺ ആക്കി ഉണ്ടാക്കണം. എന്നാൽ കടന്നാൽ ആകാശം കാണാവുന്ന രീതിയിൽ, വിശാലമായ ആകാശം കാണാവുന്ന രീതിയിൽ ബാൽക്കണി സെറ്റ് ചെയ്യണമെന്ന് പറയാറുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒരു 5 മിനിറ്റും കൂടി ടൈം ഉള്ളൂ. റെക്കോർഡ് അത് ഞാൻ പറയുള്ളത് നോട്ട് ചെയ്തിട്ടില്ല. ഓക്കെ. നിങ്ങള് വേറെ ആരെങ്കിലും? പിന്നെ സമാനമായ ഒരു ക്ലാസ് ഒരിക്കൽ മറ്റാണ് ഇവിടെ എന്താണ് തിരൂർക്കാടുണ്ടായിരുന്നു ഡൽഹിയില്. അന്ന് ഈ ഒരു വിഷയം വെച്ചുകൊണ്ട് അന്ന് ഇങ്ങനെ പറഞ്ഞത്, അതായത് ഒരു ആലിമിന്റെ ഒരു ആബിദിന്റെ സുബ്ഹാനല്ലാഹയേക്കാൾ അള്ളാഹിന്റെ അടുക്കൽ സ്വാധീനം ചെലുത്തുന്നത് ഒരു ആലിമിന്റെ സുബ്ഹാനല്ലാഹയാണെന്നാണ്. ആബിദിന് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, അത് എവിടെയും കൊള്ളാത്ത രീതിയിൽ. ആ സമയത്ത് ഒരു ആലിമി ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ ഇവൻ ലക്ഷക്കണക്കിന് സുബ്ഹാനല്ലാഹ് പറഞ്ഞതിനേക്കാൾ ഫലം ആ ആലിമിന്റെ ഒരു സുബ്ഹാനല്ലാഹ് ഉണ്ടാവും പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് വേറെ എന്തെങ്കിലും ഇതുവരെ സംസാരിക്കാത്തവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ക്ലാസ് നിങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ ആണ്. നമുക്ക് കുറച്ചും പ്രതീക്ഷിക്കുന്നുണ്ട്, കുറച്ചും ഞാനേ
ഓക്കെ. പോകുന്നതിന് മുമ്പ് വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും പറയണ്ടോ? അല്ലെങ്കിൽ ഒരു സംഭവം കൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ആയത്തിനെ കുറിച്ച് കൂടുതൽ ഇനിയും ഒന്ന് ഡീപ്പ് ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾ പിന്നെ ഒരു പ്രോംപ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. ആ പ്രോംപ്റ്റ് നിങ്ങൾ ചാറ്റ് ജിപിടിയിലേക്കോ ജെമിനിയിലേക്കോ കൊടുക്കുക. ആ പ്രോംപ്റ്റ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ എല്ലാ ഗ്രൂപ്പിലേക്കും അത് ഷെയർ ചെയ്യാം. അത് നിങ്ങൾ കൊടുത്തിട്ട് അത് വായിക്കുക. കിട്ടിയ മറുപടി നിങ്ങൾ പൂർണ്ണമായിട്ടും വായിക്കുക. ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ബാക്കിയുള്ള ആളുകൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. കാരണം ഗ്രൂപ്പിൽ ഈ ക്ലാസ്സിലെത്താത്ത നൂറുകണക്കിന് ആളുകളുണ്ട്. അവർക്ക് ഈ ക്ലാസ് എങ്ങനെ ആയിരുന്നു എന്നുള്ളത് അറിയാനും അവർക്കും കൂടുതൽ ലൈവിലേക്ക് വരുന്ന സമയത്ത് ലൈവിലേക്ക് അവരെ എത്തിക്കാനും ഒക്കെ ഉപകരിക്കും. അപ്പൊ ഈ കൂടിയിട്ട് ഇപ്പോൾ ഓൺലൈനിലെ ആളുകൾ എല്ലാവരും ഇവിടെ ലൈവിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല. ഇനി പറഞ്ഞവരും പറയാത്തവരായ ആളുകൾ ഇന്ന് നിർബന്ധമായിട്ടും സൂമില് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് കൃത്യമായിട്ട് ടെക്സ്റ്റ് ആയിട്ടോ വോയിസ് ആയിട്ടോ ഇടൂലേ? ഇടുന്നവരൊന്ന് ടൈപ്പ് ചെയ്യാം. ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് ഇടാം. ഓക്കെ. നമ്മൾ മുഖേന ഒരാൾക്കെങ്കിലും വരാൻ കഴിഞ്ഞാൽ, ജോയിൻ ചെയ്യാനും കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്കും കൂടിയാണല്ലോ. ഓക്കെ, ഇൻഷാല്ലാ. ഈ പ്രോംപ്റ്റ് ഒന്ന് ചാറ്റ് ജിപിടിക്കോ ജെമിനിക്കോ കൊടുക്കുക. ഞാനത് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ആ ഗ്രൂപ്പിലാണ് ഇടേണ്ടത്. ഫീഡ്ബാക്ക് നിങ്ങളെ ഗ്രൂപ്പിലാണ് ഷെയർ ചെയ്യേണ്ടത്. ഓക്കെ. കുറച്ച് സമയം ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് മാറ്റി വെച്ചാൽ ഇന്ന് തന്നെ ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പൊ എന്നാ ഓക്കെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.